അധ്യാപകർക്ക് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കും. മെയ് 13 തുറന്ന കോടതിയിലാണ് വാദം കേൾക്കുക. കേരള സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചാണ് നടപടി. റഷീദ് ബിൻ മുഹമ്മദ് ചേരുകയാണ് വിവരങ്ങളുമായി. റഷീദ്, സർക്കാരിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്? മെയ് 13 വാദം കേൾക്കുന്നത്. മഹേഷ്, അധ്യാപക നിയമനത്തിനും പ്രൊമോഷനും ടെറ്റ് പരീക്ഷ നിർബന്ധമാക്കിക്കൊണ്ടായിരുന്ന സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജികൾ സംസ്ഥാന സർക്കാർ അടക്കമുള്ള ആളുകളാണ് നൽകിയിരുന്നത്. ഈ പുനഃപരിശോധനാ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വാദം കേൾക്കുമെന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. മെയ് 13 തുറന്ന കോടതിയിലായിരിക്കും വാദം കേൾക്കുക. നേരത്തെ ഈ കേസിൽ വിധി പറഞ്ഞിരുന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് തന്നെയായിരിക്കും ഈ കേസുകൾ പരിഗണിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ദേശീയ അധ്യാപക പരിഷത്ത്, അതോടൊപ്പം കേരള സംസ്ഥാന സർക്കാർ എന്നിവരുൾപ്പെടെ 45ഓളം പുനഃപരിശോധനാ ഹർജികളാണ് കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത്. നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് കേറ്റക്ക് പരീക്ഷ നിർബന്ധമാക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് 500,000-ലധികം അധ്യാപകർ ഈ കേറ്റക്ക് പരീക്ഷ ഇല്ലാതെ തന്നെ എംഫിൽ, അതോടൊപ്പം PhD അടക്കമുള്ള ഉയർന്ന ഉദ്യോഗത്തോടു കൂടിയും നിലവിൽ അധ്യാപന സേവനം നടത്തുന്നുണ്ട്. ഇത്തരക്കാർക്ക് ഈ വിധി നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അവരുടെ ജോലിയിലും പ്രൊമോഷനും അടക്കം ഇത് ബാധിക്കുമെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും മറ്റുള്ളവരും ഈ കേസിൽ പുനഃപരിശോധനാ ഹർജിയും സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മെയ് 13 കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്.